അപ്പോൾ ഇത് നമ്മൾ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ഇവൻ പല്ല് പോലും തേച്ചിട്ടില്ല. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്ക് കുറച്ച് കുറവും കാര്യങ്ങളും അയക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. ഇന്ന് എടി പോകാനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അമ്മ കറി വെക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് എല്ലാം വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ബ്രഷൊക്കെ ചെയ്യണ്ടേ നമുക്ക്? ബ്രഷ് ചെയ്യണം, ഡ്രസ്സ് മാറ്റണം. ഇതെങ്ങോട്ടാ പോകുന്നത്? ഓ ചുട്ടൂന് കോൾഡൊക്കെ സുഖമായി. ഇപ്പം വലിയ കുഴപ്പമില്ല അല്ലേ ചുട്ടാ? തണുപ്പൊക്കെ മാറി പറ. തക്കറ്റ് മാറിയല്ലേ, തണുപ്പെല്ലാം മാറി. പനിയൊന്നുമില്ല അല്ലേ? ഗുഡാണ് ചുറ്റുബി, ഗുഡാണ് അല്ലേ? ഓ നമ്മൾ പോയിട്ടൊന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാം അല്ലേ? അങ്ങനെ ഞാൻ നേരെ ചായ വെക്കാമെന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് പോയി. അമ്മ ഇങ്ങനെ ഓരോ പണിയിലായിരുന്നു. അപ്പം ഇന്ന് രാവിലെ നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തുറന്നു നോക്കണം. അപ്പോൾ ഇന്ന് പുട്ടാണെന്ന് തോന്നുന്നു. പുട്ടുകുറ്റി കണ്ടപ്പോൾ എനിക്ക് തോന്നി പുട്ടാണ്. യെസ്, ഇന്ന് പുട്ടാണ്. അപ്പോൾ ചൂട് കളയിലെന്ന് പറഞ്ഞാൽ അമ്മ അപ്പം തന്നെ അങ്ങ് അടച്ചു വെച്ചു. സോ ഞാൻ ഇനിയിപ്പോൾ നേരെ പോയിട്ട് ചായ ഉണ്ടാക്കണം. അമ്മ എന്തെല്ലോ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഴമാണ് നമുക്കിവിടെ തന്നെ ഉണ്ടായത്. നമ്മളെ മൈസൂർ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. കൂട്ടത്തിൽ ഞാൻ കുറച്ച് മിച്ചറും കൂടെ എടുത്തു. ഇത് ഭയങ്കര ഹെൽത്തി കോമ്പിനേഷനൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മൾ കണ്ണൂർ സ്പെഷ്യലാണ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോഡ് കോമ്പിനേഷൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വെച്ചു. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുക. ഇതുവരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. മിച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഓംപൊടി ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ലപോലെ കൂട്ടിക്കുഴച്ച്, വലിയ പഴം ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നുകിൽ നമ്മുടെ ചെറിയ കദളിപ്പഴം അല്ലെങ്കിൽ മൈസൂർ പഴം, അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ നിറച്ചു. എന്നിട്ട് ഇനിയിപ്പം ബാക്കി പരിപാടിയൊക്കെ നോക്കണം. വള അതോ അമ്മൻ്റെ അല്ലേ? കണ്ടാ പോയില്ലേ പാട്ട്? പോയി, പാട്ട് പോയി. വേണ്ട, പിച്ചില്ല. തിന്നട്ടെ. എല്ലാരും ചന്ദനക്കുറിയെല്ലാം വെച്ചാന്നേ ചുട്ടു. നെന്നിയാ? അപ്പോൾ ഇന്ന് നമുക്ക് അയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര വലിയ അയിലൊന്നുമല്ല. അപ്പോൾ അമ്മ എല്ലാം നല്ലപോലെ മഞ്ഞളും മുളകൊക്കെ പെരക്കിയെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അയില. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ ജീരകമൊക്കെ ഇട്ടാൽ അരച്ച് വെക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കാര്യം. ഇത് നോക്ക്, ഫോണിൽ അമ്മ ഇതെന്താ എഴുതുന്നു? ജാൻവിന്ന് എഴുതുന്നുണ്ട്. ഓ മൈ ഗോഡ്, മൈ ഗോഡ്. ഹായ്. ജാൻവി. ബാക്കി ജാൻവി എസ് മാധവ്. ഇല്ല, ഇനി അമ്മേൻ്റെ പേര് എഴുത്. വിസ്മയ എഴുതിയ ചുട്ടു. ആ അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും പെട്ടെന്ന് റെഡിയായി. നമ്മളൊന്ന് പോസ്റ്റ് ഓഫീസിലെല്ലാം പോയിട്ട് വരട്ടെ. പെട്ടെന്ന് പോയിട്ട്, ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. പോയിട്ടൊന്ന് കൊറിയറൊക്കെ അയച്ചിട്ട് വരട്ടെ. കം ലെറ്റ്സ് ഗോ. ഓടണ്ട ഓടണ്ട, വരുന്നുണ്ട്, നടന്നോളീ. അമ്മ കൈ പിടിക്കാം.
അങ്ങോട്ടല്ല, നേരെ നേരെ. ഇത് എങ്ങോട്ടൊക്കെ വഴി മാറിപ്പോന്ന്. അങ്ങനിതാ നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തി, സംഭവങ്ങളൊക്കെ അയച്ചു. ആൻഡ് പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് നടന്നിട്ട് തന്നെ വീട്ടിലേക്ക് വന്നു. നമ്മൾ വരുന്ന വഴി അമ്മേൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് നമ്മൾ മുഴപ്പാല ടൗണിൽ തന്നെ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അടുത്തേക്കും കൂടെ ഒന്ന് കയറി ഷുട്ടുവിനെയും കൂട്ടിയിട്ട്. ഷുട്ടു മുറ്റത്തൂടെ റോഡിൽ കൂടെ ഓടേണ്ട തിരക്കിൽ വരുന്നുണ്ടായിരുന്നില്ല വീട്ടിലേക്ക്. സോ എങ്ങനെയൊക്കെയോ കൂട്ടിപ്പിടിച്ച് ഇതാ തിരിച്ച് പിന്നെ നടന്ന് വീട്ടിലേക്ക് പോവുമായിരുന്നു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് നടന്ന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനും പിന്നെ നടക്കാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ ഇന്നത്തെ കൊറിയറൊക്കെ അയച്ച് ഇപ്പം വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റണം. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫുൾ ചില്ലിങ് അറ്റ് ഹോം തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കട്ടെ. അതിന് ശേഷം ഷുട്ട് ഉറങ്ങും വേണം ബാക്കി പണി. ഇതാണ് കുടംപുളി. എനിക്കും ഇത് സത്യം പറഞ്ഞ് ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കറിയുള്ളൂ ഇത് കുടംപുളിയാണെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ ഉണങ്ങിയ വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അമ്മ ഇതിങ്ങനെ മുറിച്ച് നമ്മൾ ഉണക്കി വെയിലത്ത് വെക്കാനുള്ള പരിപാടിയായിരുന്നു, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ അയ്യോ ഇതാണ് ആ സംഭവം അല്ലേ. ചുട്ടും ഓരോ കഷ്ണം എന്തോ ഫ്രൂട്ടാന്ന് വെച്ച് എടുത്ത് നടക്കുന്നുണ്ട്. ദായിച്ചിനി മതിയാ? ഓക്കെ, ഗുഡ് ഗേൾ. പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു. അപ്പം ഞാൻ രാവിലത്തെ പുട്ടും നമ്മളുണ്ടാക്കി മീൻകറിയും കൂട്ടി നന്നായിട്ടൊരു പിടി പിടിച്ചു. നല്ല അടിപൊളി. ഒരാൾ 1000 കാലിന് എണ്ണ എടുത്ത് അതിനെ കൊന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ്. ഒരു പേടിയില്ല. എല്ലാം ഇങ്ങനത്തെ വോംസിനെ എല്ലാം കണ്ടാൽ പിടിക്കാനല്ല, എന്തെങ്കിലും സാധനം വെച്ച് അടിച്ച് അതിനെ ശരിയാക്കും. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മഴ കുറഞ്ഞുകൊണ്ട് ആൾക്ക് മുറ്റത്തുനിന്ന് കളിക്കാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ മൊസാണ്ട ഫുള്ള് പൂവിട്ട് കഴിഞ്ഞു, മൊത്തം അടിഞ്ഞു പോയി മഴ പെയ്തിട്ട്. ദിസ് സൈഡ് ദർ ഇസ് എ വൈറ്റിൽ പക്ഷേ ഇത്ര പൂവുണ്ടാവില്ല. ഇതിനകത്താണ് കുറേ കൊല പൂവ്, പക്ഷെ എല്ലാം തീർന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ചുട്ടു ഉറങ്ങി. ചുട്ടുനെ പിടിച്ചെടുത്ത് ഉറക്കി. എനിക്ക് ആക്ച്വലി കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കാനുണ്ട്, പക്ഷെ എനിക്കിന്ന് ഭയങ്കര മടി. വേറൊന്നുമല്ല, ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചുട്ടുന്നലെ കുറച്ച് ക്രാങ്കി ആയിരുന്നു. രാവിലെ പൊലച്ചക്കെല്ലാം എണീച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉറങ്ങണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോകണോ എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. എന്തായാലും കുറച്ച് സമയം കടന്നിട്ട് പോകാൻ തോന്നുന്നു. ഭയങ്കര കിക്ക്, തലക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എന്തായാലും എനിക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങിയിട്ടാകുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ മടിയൊക്കെ കുറച്ച് മാറ്റി ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റിന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ മേലെ വന്നു. ഇതൊക്കെ നമ്മുടെ പേജിൽ ഇനി അടുത്തായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐറ്റംസാണ്. ഹാരംസ് ഒന്നും ഇതുവരെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്താ പറയുക, ചെറിയ ആൾക്കാർക്കാണെങ്കിലും മീൻസ് മിഡിൽ ഏജ്ഡ് ആണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹാരംസാണ്. ഇതെല്ലാം നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കേട്ടോ. ഇതിനൊക്കെ നല്ല എന്താ പറയുക, നല്ലൊരു ഹെവിനെസ് ഉണ്ട്. മീൻസ് നമ്മുടെ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂണായിട്ട് നമ്മൾ പേജിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ന്യൂലി കളക്ഷൻസിൽ വരുന്ന ഹാരം ടൈപ്പാണ്. പിന്നെ നമുക്ക് ഓണത്തിന് വേറെയും കളക്ഷൻസ് കുറേ വരുന്നുണ്ട്. പാലക്ക മോഡൽസൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക്. ഇതൊരു ഹാഫ് മൂൺ പാലക്കയിൽ വരുന്ന നമ്മളൊരു ഹാഫ് മൂൺ ഡിസൈൻ. പാലക്കാന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ആ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ന്യൂലി ലോഞ്ചാകാൻ പോകുന്ന ഒരു ഓണം കളക്ഷനിൽ പെടുന്ന സംഭവമാണ്. ഭയങ്കര പ്രിറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ നമുക്ക് സിംഗിളായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഇനാമൽ ഫിനിഷൊക്കെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ഫോട്ടോ സെക്ഷൻ, എന്താ പറയുക, സെറ്റപ്പ്. ഇവിടെ നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുത്ത് വെച്ചു. ഇപ്പുറത്ത് ഇവിടെ ഫുൾ മോഡൽസ് ഉണ്ട്. കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. നമ്മുടെ ഹാരം ഒന്നും ഞാൻ ഫോട്ടോ സെക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഓഫ് ഹാരംസാണ്. ഓരോന്നായിട്ട് നമ്മൾ പേജിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ.
ഞാൻ ഷൂട്ടൊക്കെ ചെയ്ത് കുറച്ച് സമയം വന്നു കിടക്കുമ്പോഴെങ്ങനെ ഷൂട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴേക്ക് ഇത് അമ്മ ചായ വെച്ചു. ഇന്ന് നമുക്ക് മിച്ചറും പഴവുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മിച്ചറിൽ പഴം ഇങ്ങനെ കുത്തി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മൾ കട്ട ചായ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഷുട്ടു എയറോട്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓള് മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈവനിങ് പരിപാടി. ഇനിയിപ്പോൾ കുളിക്കണം, ഷുട്ടുവിനെ കുളിപ്പിക്കണം, അതൊക്കെയാണ് പരിപാടി. കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിക്കണം. കോൾഡ് അടിച്ചുകൊണ്ട് മേത്ത് എണ്ണ തേക്കലൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുളിപ്പിക്കും. ഇതിട്ടാ കാണ്ട അതാരോടാണ് പോടാ കഴിഞ്ഞാ പാട്ടേം കൊണ്ട വേഗം പാട്ട് വരാണ്ട് നോക്ക് പറയുന്നോട് അതാ കടിക്കുന്ന ഉറുമ്പമ്മ അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ കുളിയും ജപമൊക്കെ കഴിഞ്ഞു, വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അമ്മ നല്ല മീൻകറിയും കൊഴുക്കട്ടയും നല്ല ടേസ്റ്റ്. ആക്ച്വലി നമ്മൾ കഴിച്ചു, ഇത് ബാക്കിയുള്ള സാധനമാണ്. കഴിക്കുമ്പോൾ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇത് പിന്നെ ഞാൻ പാസ്ത ഷുട്ടുവിന് കുറേ ദിവസമായി പാസ്ത കൊടുത്തിട്ട്, അപ്പോൾ അവൾക്ക് പാസ്ത ഞാൻ വേപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം ഇനിയിപ്പം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാവരും ടി വി കാണല. ഷുട്ട് ടി വിയിൽ പരസ്യം വന്നിട്ടുണ്ട്, അത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഇങ്ങനെ കുറേ നേരം അവളുടെ കൂടെ കളിക്കും. എൻ്റെ കുറച്ച് പണിയുള്ളതൊക്കെ തീർത്തു. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ രാത്രിയത്തെ ഡിന്നറും കാര്യം എല്ലാം കഴിഞ്ഞു. ഷുട്ടും ഞാൻ കൊഴക്കട്ട ഒന്നും ഇച്ചിരി എൻ്റെ കൂടെ ചോറ് തിന്നു. ഇനിയിപ്പോൾ പാസ്ത കുറേ കഴിഞ്ഞാൽ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് അച്ചാച്ചനും അമ്മമ്മയും കൂടെ പാട്ടും സീരിയലും സിനിമയും ഒക്കെ മിക്സപ്പ് ആക്കിയിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവർ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഷുട്ടും അച്ചാച്ചനും തകൃതിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി രാത്രിയിലത്തെ പരിപാടി എന്ന് പറയുന്നത്. അയ്യോ അയ്യോ എന്റെ ഉള്ളിൽ എവിടെയോ സാർ എന്നെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയി ഒരു ചിന്ത കഴിഞ്ഞു. വായി പൂട്ടിയിട്ട് തിരിച്ചോ? ഓ ഊരുന്ന സാധനം. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഷുട്ടുവിന് പാസ്ത റെഡിയാക്കി അവളെ കൊണ്ട് കഴിപ്പിച്ചു. കുറച്ച് നിർബന്ധിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എന്തായാലും ഞാൻ ആക്കിപ്പോയില്ല, അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ ഉറങ്ങാൻ വേണ്ടി റൂമിൽ കയറിയിട്ടുണ്ട്. ഓ അയ്യോ, അപ്പോൾ ഇവരോടൊത്ത് പറ ഷുട്ടു. അപ്പോൾ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. പറ. ഇന്നത്തെ നമ്മളെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. എടുത്തോ, താഴെ ഇറങ്ങി എടുത്തോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.